തിരുവല്ല കോടതി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കനത്ത പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കോടതിക്ക് മുന്നിൽ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടിയതോടെ കോടതി പരിസരം സംഘർഷാവസ്ഥയിലായി മാറി. തിരുവല്ല കോടതി പരിസരത്ത് ഇപ്പോൾ അതീവ സംഘർഷ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ ഹാജരാക്കും. മാവേലിക്കര സബ് ജയിലിൽ നിന്നും കനത്ത സുരക്ഷയിലാണ് പോലീസ് സംഘം രാഹുലുമായി തിരുവല്ലയിലേക്ക് എത്തിയത്. എന്നാൽ കോടതിയുടെ കവാടത്തിന് മുൻപിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ്. ബലാത്സംഗ വീരൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ രാഹുലിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായാണ് യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പോലീസ് വാഹനത്തിന് നേരെ പ്രവർത്തകർ ഇരച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ കോടതിക്ക് ചുറ്റും വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കാനഡയിലുള്ള മലയാളി യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. തെളിവെടുപ്പിനായി രാഹുലിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യം. എന്നാൽ പ്രതിയുടെ സാമ്പത്തിക ഇടപെടലുകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. വരും മണിക്കൂറിൽ കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.